ഓക്കെ. ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 5000 രൂപ എടുത്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ വാങ്ങിച്ച ബിറ്റ്കോയിൻ നമുക്ക് എങ്ങനെയാണ് വിറ്റ് ക്യാഷ് ആക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ 5000 രൂപ എടുത്ത് വാങ്ങിച്ച ബിറ്റ്കോയിൻ വരുന്ന ബിറ്റ്കോയിൻ്റെ വില എല്ലാം ഒരുപാട് കൂടി, ഒരു 10,000 20,000 രൂപയൊക്കെ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റാം എന്നുള്ളതാണ് പലരുടെ ഡൗട്ട് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. നമ്മളിത് എങ്ങനെ വിറ്റ് ക്യാഷ് ആക്കി നമുക്കിനി ഭാവിയിൽ ഇതൊരു പ്രോഫിറ്റ് ഉണ്ടായാലും നമുക്കിത് വിറ്റ് നമ്മുടെ കറൻസിയിൽ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പലർക്കുള്ളൊരു ഡൗട്ടാണ്. ഓക്കെ, സോ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ വാല്യൂ ഉള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡിജിറ്റൽ ആയാലും എന്തായാലും വാല്യൂ ഉള്ളൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിറ്റ് ക്യാഷ് ആക്കാൻ ഈസിയാണ്. ഓക്കെ, സോ ഈവൻ ബിറ്റ്കോയിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, ഭയങ്കര ഹൈ ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വിറ്റ് ക്യാഷ് ആക്കാം എന്നുള്ളതാണ്. സോ നമ്മൾ വാങ്ങിച്ച ബിറ്റ്കോയിൻ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പിയർ ടു പിയർ ബൈനാൻസിൽ പിയർ ടു പിയർ മാർക്കറ്റിലൂടെ എങ്ങനെയാണ് വിറ്റ് ക്യാഷ് ആക്കുന്നത്, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട്, നാട്ടിലത്തെ ഇന്ത്യൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ് പൈസ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്ത് പൈസയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബൈനാൻസിൽ പോകുന്നു. ബൈനാൻസിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കിവിടെ പിയർ ടു പി ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ പിയർ ടു പിയർ ആയിട്ടല്ല വാങ്ങിച്ചത്. സോ ഇത് P2P വാലറ്റിൽ നമ്മുടെ ബിറ്റ്കോയിൻ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ വാലറ്റിൽ ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പിയർ ടു പിയർ വാലറ്റിലല്ല ബിറ്റ്കോയിൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ബിറ്റ്കോയിനിലെല്ലാം ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫ്യൂച്ചേഴ്സിലുണ്ട്, അല്ലെ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും വാലറ്റിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്യൂച്ചേഴ്സ് വാലറ്റിലാണ് ബിറ്റ്കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പിയർ ടു പിയർ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് പിയർ ടു പിയർ മാർക്കറ്റിലൂടെ സെല്ല് ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഞാൻ ബിറ്റ്കോയിനിൽ കുറച്ച് ഇപ്പോൾ പിയർ ടു പിയർ വാലറ്റിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഈ ഒരു ചെറിയൊരു പോർഷൻ ബിറ്റ്കോയിൻ ഉണ്ട്, 0.00107644 എന്ന് പറയുന്നത്. അത് അറൗണ്ട് ഒരു $60 വാല്യൂ. സോ $60 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എത്രയായി, ഇപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു 4000 സംതിങ് വരും. ക്ലോസ് ടു 5000 ആയില്ല, ഞാൻ വാങ്ങിച്ചതിന് ശേഷം ബിറ്റ്കോയിൻ കുറച്ച് താഴ്ന്നിരുന്നു. സോ ഇതിലൊരു 4000 രൂപയ്ക്ക് വർത്തായിട്ടുള്ളൊരു ബിറ്റ്കോയിൻ നമുക്ക് വിറ്റ് ക്യാഷ് ആക്കാം. ഓക്കെ, സോ നമ്മൾ നേരെ P2P ട്രേഡിങ്ങിലോട്ട് പോകുന്നു. നമ്മളിവിടെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ഓർഡർ കാണാൻ പറ്റും, അതായത് അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ ബൈ എന്നുള്ളൊരു സെക്ഷനിൽ പോയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അല്ലേ. സോ ഇത്രയും ആൾക്കാർ ഈ ബിറ്റ്കോയിൻ വിൽക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ നമ്മളും ഇതേപോലെ വിൽക്കാൻ റെഡി ആയിട്ടുള്ള ഒരു ആളാവണം. സോ ഇവരെല്ലാം ഇതൊരു ആഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്, ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ എൻ്റെ കയ്യിൽ ഇത്ര ബിറ്റ്കോയിൻ ഉണ്ട്, ഞാൻ മിനിമം 1000 മുതൽ 5000 രൂപ വരെ ആക്സെപ്റ്റ് ചെയ്യും. IMPS, ഫോൺപേ, UPI വഴി ഞാൻ എൻ്റെ പേയ്മെൻറ്റ് മെത്തേഡും ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ നമുക്കും ഇതേപോലെ ഒരു സെല്ലർ ആവണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടണം. ഓക്കെ, സോ എന്നാലേ വാങ്ങിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഈ ഒരു ആഡ് കണ്ടിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുള്ളൂ. ഓക്കെ, സോ അതിന് നമ്മളിവിടെ പോകേണ്ടത്, നമ്മൾ ഇവിടെ ഈ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ 2-3 ഓപ്ഷൻ കാണിക്കും. പേയ്മെൻറ്റ് സെറ്റിങ്സ്, പോസ്റ്റ് ന്യൂ ആഡ്, മൈ ആഡ്സ് എന്നുണ്ട്. സോ നമ്മൾ പോസ്റ്റ് ന്യൂ ആഡ്, സോ നമ്മളൊരു ഇതേപോലത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ പോസ്റ്റ് ന്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇതിൽ നമ്മൾ 1-2 ഫീൽഡ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. സോ ഐ വാണ്ട് ടു ബൈ, ഐ വാണ്ട് ടു സെൽ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ബിറ്റ്കോയിൻ ആണ്, നമുക്കത് വിറ്റ് ക്യാഷ് ആക്കണം. ഓക്കെ, സോ ഐ വിൽ ക്ലിക്ക് ഐ വാണ്ട് ടു സെൽ. ഐ വാണ്ട് ടു സെൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എന്താണ് സെല് ചെയ്യേണ്ടത്, അസറ്റ് നമ്മുടെ കയ്യിലുള്ള എന്താണ്, ബിറ്റ്കോയിൻ ഉള്ളത്. സോ USDT, ബിറ്റ്കോയിൻ, BUSD, അങ്ങനെ പല അസറ്റും ഉണ്ട്. സോ നമുക്ക് വിൽക്കേണ്ടത് ബിറ്റ്കോയിൻ ആണ് വിൽക്കേണ്ടത്. സോ BTC ഞാൻ സെലക്ട് ചെയ്യും. എന്തിനാണ് ബിറ്റ്കോയിൻ ഞാൻ സെല് ചെയ്യുന്നത്, വിത്ത് INR. ഓക്കെ, സോ ഞാനിപ്പോൾ എനിക്ക് ക്യാഷ് റിസീവ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് INR ആയത് കാരണം കൊണ്ട് ഞാൻ INR സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ദുബായിലാണുള്ളത്, ഇപ്പോൾ എനിക്കിപ്പോൾ AED അക്കൗണ്ടിലാണ് ക്യാഷ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് AED സെലക്ട് ചെയ്യാം. സോ നമുക്ക് നാട്ടിലത്തെ എക്സാമ്പിൾ എടുക്കാം, INRൽ നമ്മൾ റിസീവ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ബിറ്റ്കോയിൻ വിൽക്കുന്നു, ക്യാഷായിട്ട് INR ആയിട്ട് കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്
ഇതിൻ്റെ ഇത്. ഓക്കെ, സോ നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രൈസ്, നമ്മൾ ബിറ്റ് കോയിൻ വിൽക്കുന്നു, INR ആയി വേണം. സോ INRലുള്ള ബിറ്റ് കോയിൻ്റെ പ്രൈസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ആദ്യം എടുത്ത് നോക്കിയില്ലേ മറ്റുള്ളവരുടെ അഡ്വർടൈസ്മെൻറ്റ്, അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഒരാൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് 46,68,114.14 ഓക്കെ. സോ ഇതിനെക്കാട്ടിയും കൂടുതലുള്ള ഒരു പ്രൈസിനാണ് നമ്മൾ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് മുകളിൽ വരില്ല, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരില്ല, താഴെ വരുള്ളൂ. ഓക്കെ, സോ മറ്റുള്ള ഓർഡർ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബൈ ഓർഡർ വരുള്ളൂ. ഓക്കെ, നമ്മൾ ഇതിനെക്കാട്ടി ലോവസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ, സോ ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസിന് സെല് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനും ആൾക്കാർ റെഡി ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ലോവസ്റ്റും കൊടുക്കുന്നില്ല, ഏറ്റവും ഹയസ്റ്റും കൊടുക്കുന്നില്ല, നമ്മൾ മാർക്കറ്റ് പ്രൈസും കൊടുക്കുന്നു. സോ ഫ്ലോട്ടിംഗ് ആയിട്ട് ഫിക്സഡ് ആയിട്ടുള്ള പ്രൈസ്, ലോവസ്റ്റ് പ്രൈസ് 46,68,000. ഈവൻ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു ചെറുതായി കൊടുക്കാം, അതാകുമ്പോൾ നമ്മുടെ പ്രൈസ് ഏറ്റവും ടോപ്പിൽ വരും. സോ 46,60,000 കൊടുക്കാം. 46,60,000 46,60,000. ബിറ്റ് കോയിൻ്റെ വില 0 ഭയങ്കര കൺഫ്യൂഷനാണ് എപ്പോഴും. നമ്മൾ 46,60,000. ഓക്കെ, സോ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് 46,68,000. സോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് 46,60,000 നമ്മൾ കുറച്ച് വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ പ്രൈസ് നമുക്ക് ഏത് പ്രൈസ് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ പ്രൈസ് കൊടുത്താൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറവ് പ്രൈസ് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാം. അത്രേ ഉള്ളൂ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ടോട്ടൽ ട്രേഡിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് ബിറ്റ് കോയിൻ സെലക്ട് ചെയ്യുന്നു. സോ ബിറ്റ് കോയിൻ നമ്മുടെ കയ്യിലുള്ള ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5,016 രൂപയുണ്ട്. ഓക്കെ, സോ താഴെ നമ്മൾ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ഓർഡർ ലിമിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഓർഡർ ലിമിറ്റിൽ നമ്മളിപ്പോൾ ഇവിടെ 5,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഓർഡറിൽ പിടുത്തം. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര, 5,016 രൂപയുണ്ട്. സോ നമ്മൾ ഓരോ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപയ്ക്ക് മിനിമം ഓർഡർ 5,000 ആണെന്നുണ്ടെങ്കിൽ ഒരാൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബിറ്റ് കോയിൻ മുഴുവനും കഴിയും. ബാക്കി ഒരു 16 രൂപേൻ്റെ ബിറ്റ് കോയിൻ ഉണ്ടാവുള്ളൂ. അത് അവിടെ കിടന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം. 5,016.21 വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പ്ലേസ് ചെയ്യുന്ന ആൾ ഫുൾ എമൗണ്ടും പേ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഒരു 5,000 രൂപ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യണം. സോ ഞാനിവിടെ ഓൾറെഡി പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ എൻ്റെ UPI ID. സോ എനിക്ക് UPI ID ഇതെല്ലാം കൊണ്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ എന്നിട്ട് പേയ്മെൻറ്റ് മെത്തേഡും കൊടുക്കുന്നു, സെലക്ട് കൊടുക്കുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു റിമാർക്സ് വേണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. നമുക്ക് ഇപ്പോൾ പുതിയ ആൾക്കാർ ആരെങ്കിലും ചിലവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ എന്തെങ്കിലും കൊടുക്കാം. കോൺടാക്ട് ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളവർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും റിമാർക്സ് എന്തെങ്കിലും കൊടുക്കാം. എന്തെങ്കിലും പേയ്മെൻറ്റ് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ മെൻഷൻ ചെയ്യാം. കൗണ്ടർ പാർട്ടി കണ്ടീഷൻസ് എന്ന് പറയുന്നത് KYC കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ P2Pയിലൂടെ നമ്മളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കാം, അത് ഒരു നല്ലതാണ്. സോ ബാക്കിയെല്ലാം നമുക്ക് അതേപോലെ വിടാം. സോ ഓൺലൈൻ റൈറ്റ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ആഡ് ഇപ്പോൾ തന്നെ ലൈവ് ആവും. അല്ലെങ്കിൽ ഓഫ്ലൈനിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിടാം മാനുവലി, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓൺലൈൻ നമുക്ക് ഇപ്പോൾ തന്നെ ലൈവ് ആക്കാം. സോ നമ്മൾ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ കൺഫേം ടു പോസ്റ്റ് എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ആഡ് പ്ലേസ് ആയി. ഓക്കെ, സോ നമ്മൾ 46,60,000 പ്രൈസിന് 5,000 രൂപ വില വരുന്ന ബിറ്റ് കോയിൻ നമ്മൾ സെല്ല് ചെയ്യാനുള്ള അഡ്വർടൈസ്മെൻറ്റ് ഇട്ടു. ഓക്കെ, സോ ഇനി നമ്മളിവിടെ P2Pയിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ടാകും. കാരണം നമ്മളാണല്ലോ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സുബൈർ 46,60,000 INR ബിറ്റ് കോയിൻ്റെ പ്രൈസിന് മിനിമം 5,000 ലിമിറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വളരെ ബൈനാൻസിൻ്റെ P2P എന്ന് പറയുന്നത് ഒരുവിധം ലിക്വിഡിറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും ലിക്വിഡിറ്റി ഉള്ള ഒരു എക്സ്ചേഞ്ചാണ് ബൈനാൻസ് എന്ന് പറയുന്നത്. സോ വളരെ വൈകാതെ തന്നെ ഓർഡറുകൾ വന്ന് തുടങ്ങും. നമുക്കിവിടെ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓൾ ഓർഡേഴ്സിൽ പ്രോസസ്സിങ്ങിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം കാണാൻ പറ്റും. സോ ഇതുവരെയായിട്ടും ഓർഡർ ഒന്നും വന്നിട്ടില്ല. അതേപോലെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ബിറ്റ് കോയിനെക്കാട്ടിയും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഒരു
മാർക്കറ്റ് എന്ന് പറയുന്ന USDT ആണ്. ഞാൻ പലപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. ബിറ്റ്കോയിനെക്കാട്ടിയും നമ്മളിപ്പോൾ ഒരു ബിറ്റ്കോയിൻ വിൽക്കാൻ വേണ്ടി എന്താ പറയുക, ഒരു ആഡ് പ്ലേസ് ചെയ്ത് അതിന് ഓർഡർ കിട്ടുന്നതിനെക്കാട്ടിയും ഫാസ്റ്റ് ആയിട്ടാണ് USDT വിൽക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഓർഡർ കിട്ടുക. അതിനുള്ള കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ USDT ഒരു സ്റ്റേബിൾ കറൻസിയാണ്. അത് കാരണം കൊണ്ട് തന്നെ USDT വാങ്ങിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് മറ്റേത് കറൻസി മറ്റേത് ആൾട്ട് കോയിൻസും ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ബിറ്റ്കോയിൻ്റെ നമ്മുടെ ഓർഡറിന് ഇതുവരെയും ഓർഡർ വന്നിട്ടില്ല. ഓക്കെ, സോ ഒരു പുള്ളി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ 5000 രൂപയുടെ ഓർഡർ ഈ ഒരു പുള്ളിക്കാരൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓർഡർ. സോ നമ്മൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പുള്ളിക്കാരൻ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ടല്ലോ, UPI കൊടുത്തിട്ടുണ്ട്, IMPS കൊടുത്തിട്ടുണ്ട്. സോ പുള്ളിക്കാരന് എൻ്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ബിറ്റ്കോയിൻ എനിക്ക് പുള്ളിക്കാരനക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. പുള്ളിക്കാരൻ പേ ചെയ്ത ഉടനെ തന്നെ നമുക്ക് സോ എനിക്കിപ്പോൾ എൻ്റെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു, യുവർ ബാങ്ക് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് INR 5000 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ പുള്ളിക്കാരൻ എൻ്റെ ICICI അക്കൗണ്ടിൽ പേ ചെയ്ത് എനിക്ക് പൈസ കിട്ടുകയും ചെയ്തു. ഞാൻ വെരിഫൈ ചെയ്തു, എൻ്റെ മൊബൈൽ ആപ്പിൽ നോക്കി പൈസ വരികയും ചെയ്തു. സാധാരണ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നാൽ മാത്രം നമ്മൾ കോയിൻ റിലീസ് ചെയ്യുക. ഓക്കെ, സോ പുള്ളിക്കാരൻ പെയ്ഡ് എന്ന് അവിടെ കൺഫേം ചെയ്ത് കാരണം കൊണ്ടാണ് എനിക്കിവിടെ റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. സോ ഞാനിവിടെ റിലീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ എൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ പുള്ളിക്കാരൻ്റെ വാലറ്റിലോട്ട് പോകും. ഓക്കെ, സോ ഞാനിവിടെ റിലീസ് കൊടുക്കുകയാണ് കാരണം എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വന്നു. ഓക്കെ, സോ നമ്മൾ റിലീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ടാവും, 236316. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഓർഡർ മാർക്ക്ഡ് ആസ് കംപ്ലീറ്റഡ്. സോ നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ 5000 രൂപ വില വരുന്ന ബിറ്റ്കോയിൻ നമ്മൾ വിറ്റ് ക്യാഷാക്കി. അതും നമ്മളൊരു 5 മിനിറ്റും കൂടി എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ഇത്രയും ലിക്വിഡിറ്റി ഉള്ളൊരു മാർക്കറ്റാണ് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. നമുക്ക് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ വിറ്റ് ക്യാഷാക്കി നമ്മുടെ അക്കൗണ്ടിൽ പൈസ എത്തുന്നുള്ളതാണ് ഒരു നല്ല കാര്യം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും, ഇപ്പോൾ സെറോദ, അപ്സ്റ്റോക്സ് അതുപോലുള്ള മറ്റ് പല ബ്രോക്കർ അക്കൗണ്ടുകളാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കയ്യിലുള്ള സ്റ്റോക്ക് വിറ്റാലും അതിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 1-2 ദിവസം എടുക്കും. ഇപ്പോൾ സെറോദൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നൊരു വിഡ്രോവൽ റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂറെങ്കിലും എടുക്കും, എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് കിട്ടുള്ളൂ. പക്ഷേ ക്രിപ്റ്റോൻ്റെ കേസിൽ ബിറ്റ്കോയിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ്, വെറും ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ വിറ്റ് ക്യാഷാക്കി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. സോ നമ്മളിവിടെ ഇനി P2P വാലറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ബിറ്റ്കോയിനും 0 ആയിട്ടുണ്ടാവും. സോ ഏകദേശം ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ കണ്ടല്ലോ, ഒരു 16 രൂപ വരുന്ന ബിറ്റ്കോയിൻ ഇവിടെ ഉണ്ടാവും. സോ അതല്ലാതെ കംപ്ലീറ്റ് ബിറ്റ്കോയിനും നമ്മൾ സെല്ല് ചെയ്ത് ക്യാഷാക്കി എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. സോ ഇത്രയും ഈസിയാണ് നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ മറ്റേത് ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലും വിറ്റ് ക്യാഷാക്കാൻ എന്നുള്ളത് ഇത്ര ഈസിയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകളും അതുപോലെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.